ഹലോ, പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ നോമ്പിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. അതായത് നമ്മൾ ബറാത്ത് നോമ്പിൻ്റെ കേട്ടോ. ഇത് പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് നമ്മൾ ഫുഡായിട്ട് ഉണ്ടാക്കുന്ന നെയ്ച്ചോറും ബീഫ് കറിയും ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് അവിടെ അമ്മ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ബീഫ് അവിടെ അടുപ്പത്തിട്ടിട്ടുണ്ട്. നെയ്ച്ചോറും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ക്യാരറ്റ് കാര്യങ്ങളൊക്കെ ചോപ്പ് ചെയ്തെടുക്കുകയാണ്. ഇത് നമ്മളെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള സാൻഡ്വിച്ച് ഇല്ലേ, അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ക്യാരറ്റ് ഒരു 2-3 എടുത്തിട്ട് നല്ലോണം ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് നല്ല കുനുകുനായിട്ട് അരിയണമല്ലോ, അപ്പോൾ ഞാൻ അതിൽ ചോപ്പറിലിട്ടിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ ഉമ്മ അവിടെ നെയ്ച്ചോറ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു വീഡിയോയിൽ ഒന്നിൻ്റെയും റെസിപ്പീസ് വീഡിയോസ് കാര്യങ്ങളൊന്നും ഇടുന്നില്ല കേട്ടോ. നമ്മൾ ഇതൊക്കെ മുന്നേ ഇട്ടിട്ടുള്ള റെസിപ്പീസൊക്കെയാണ്. പിന്നെ ഈ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പീസ് ആർക്കും ഇടേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ യൂട്യൂബിലായാലും ഇൻസ്റ്റയിലായാലും ഒക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നതല്ല. അപ്പോൾ എല്ലാവരും റെസിപ്പീസൊക്കെ കണ്ടെന്ന് വിചാരിക്കണം. ഇനി വേണമെന്നുണ്ടെങ്കിൽ പറയൂ കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ക്യാരറ്റും ഉള്ളിയും ചിക്കനും നല്ലോണം ചോപ്പ് ചെയ്തെടുത്താണ് കേട്ടോ. പിന്നെ ഇതിൽ നമ്മുടെ കുക്കുംബർ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടെ. ഇത് രണ്ടും എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് അടിച്ചെടുക്കുന്ന മയോണൈസും കൂടി അടിച്ചെടുത്തിട്ട് അതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലത്തെ മയോണൈസ് അല്ല കേട്ടോ. ഇത് കുറച്ച് നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങിയെടുത്തിട്ടാണ് നമ്മൾ മയോണൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ അവിടെ സെറ്റാകുന്നുണ്ട്. കുറച്ച് തക്കാളി സോസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടെ നെയ്ച്ചോറ് കുറച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ബീഫൊക്കെയുള്ള തൂമിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ റെസിപ്പി ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചാണ് കേട്ടോ. നമ്മുടെ എന്താ പറയുക, കൂകപ്പൊടി നമ്മൾ എന്താ പറയുക, പായസത്തിനൊക്കെ ഒരു ടേസ്റ്റാണ്, അതേമാതിരിക്കാണ് ഉണ്ടാക്കുന്നതും. പക്ഷേ എനിക്ക് റെസിപ്പി എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇതിന് ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു, ഞാനൊരു വഴിക്ക് പോയപ്പോൾ കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ സെറ്റ് ആവുന്നുണ്ട്. ഇതിൽ നമ്മൾ പാലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. പാലില്ലാന്നുണ്ടെങ്കിൽ പാൽപ്പൊടി ഉപയോഗിച്ചിട്ടും ഇതുണ്ടാക്കാം. ഇതിവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് നമ്മൾ നോമ്പ് തുറന്നപ്പോൾ അടക്കം കുടിച്ചാൽ നമുക്ക് നല്ലതാണ് കുടിക്കുന്നത്. ഇവിടെ നോമ്പിന് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റാണ്. ഇത് പായസമൊക്കെ കുടിക്കുന്ന ഒരു ടേസ്റ്റാണ് വരാറ്. നമ്മൾ റവയുടെ ഒക്കെ ഒരു ടേസ്റ്റ് വരും, പക്ഷേ അതിനെക്കാട്ടി കുറച്ച് മുന്നായിട്ട് നിൽക്കുന്നുള്ളൂ. പിന്നെ ഫ്രൂട്ട്സായിട്ട് നമുക്ക് ബത്തക്കയാണ് കേട്ടോ ഉണ്ടായിട്ടുള്ളത്. നോമ്പിന് ആദ്യമായിട്ടാണ് കേട്ടോ ഇപ്രാവശ്യം ബത്തക്ക കഴിക്കുന്നത്. അപ്പോൾ ബത്തക്ക പുറമെ കണ്ടപ്പോൾ നല്ല ചുവപ്പുണ്ടായിരുന്നു, പക്ഷെ അത് കട്ട് ചെയ്ത് നല്ല താഴത്തോട്ട് നല്ലോണം വെള്ള കളറായിരുന്നു കേട്ടോ. മധുരം കുഴപ്പമില്ലായിരുന്നു, ചെറിയ മധുരമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റായിട്ട് പിന്നെ അങ്ങനെ തിന്നുമ്പോഴല്ല മറ്റുള്ളതിനൊക്കെ മധുരം അറിയലൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി സെറ്റാക്കുന്നുണ്ട്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. പിന്നെ കാര്യമായിട്ട് ഇന്ന് ബത്തക്കന്നെ ഉള്ളൂ കേട്ടോ, ഫ്രൂട്ട്സായിട്ട് മറ്റുള്ള ഇതൊന്നുമില്ല. നമ്മൾ നോമ്പൊക്കെ തുടങ്ങുന്നല്ലേ ഉള്ളൂ, അതിന് വെച്ചിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ തലേന്ന് നമ്മുടെ ബറാത്തിൻ്റെ രാവിലെ നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരങ്ങൾ തന്നെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കലത്തപ്പം നമ്മൾ ഉണ്ടാക്കിയിരുന്നത്, കലത്തപ്പം പഴംപൊരിയായിരുന്നു നമ്മൾ ഉണ്ടാക്കിയിരുന്നത്. അതെല്ലാം ബാക്കി ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് നെയ്യപ്പം കിട്ടിയിരുന്നു, അതും ഉണ്ട് കേട്ടോ. എല്ലാം ബാക്കിയുണ്ട്, എല്ലാം കൂടി തിന്നു പോയിട്ടില്ലായിരുന്നു. അപ്പോൾ നോമ്പില്ലാത്തവരുടെ കൈകളൊക്കെ അതിലൂടെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബത്തക്ക മുറിക്കണം കണ്ടപ്പോൾ ഓരോരുത്തർ വാങ്ങി കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ സാധനം കുറച്ച് തണുപ്പ് കുറവുണ്ടായിരുന്നുണ്ട്, അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുമായിരുന്നു. നമ്മൾ സാധനം വൈകുന്നേരമായിരുന്നു കൊടുന്നിരുന്നത്, അപ്പോൾ തണുപ്പാവാൻ ടൈമില്ലായിരുന്നു കേട്ടോ. പിന്നെ ഏകദേശം ബാങ്ക് കൊടുക്കാൻ നേരമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് ഇതുവരേക്കും റെഡി ആക്കിയിട്ടില്ല. ബാങ്ക് കൊടുക്കണതിൻ്റെ കുറച്ച് മുന്നായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വെച്ചതായിരുന്നു, പക്ഷേ ബാങ്ക് കൊടുത്തപ്പോഴാണ് കേട്ടോ ഇത് സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കാൻ നിന്നത്. പിന്നെ ഞാൻ അതൊക്കെ അവിടെ വെച്ച് പോയതായിരുന്നു കേട്ടോ. പിന്നെ അവിടുത്തെ ബത്തക്കൻ്റെ തോടും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ നിന്ന് എടുത്ത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ക്ലീൻ ചെയ്തതൊക്കെ ഉമ്മയായിരുന്നു കേട്ടോ. ഞാൻ ആ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. സാധാരണ ഇത് നമ്മളൊക്കെ ഇവിടെ ഉണ്ടാക്കിയിരുന്ന ഒരു സാധനം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ട്രെൻഡിങ് ആയി വന്നപ്പോൾ കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് അതിൽ കൂടി വന്ന്, പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നതിലും കുറച്ച് വെറൈറ്റി ആയിട്ടാണ് അതിൽ കാണിക്കുന്നത്. അതായത് എല്ലാതും നമ്മുടെ ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് ആവി കയറ്റി എടുക്കുന്നതാണ്. മുട്ട ആയാലും പിന്നെ വറ്റൽമുളക്, വെളുത്തുള്ളി ഒക്കെ ചൂട് കയറ്റി എടുക്കണം.
പിന്നെ ഇറച്ചും അതുപോലെ ചൂട് കയറ്റിയെടുക്കുന്നത്. ഞാൻ കറിയിൽ നിന്ന് എടുത്തിട്ടാണ് കേട്ടോ ഞാൻ പിച്ചിട്ടിരുന്നത്. അങ്ങനെ ചെയ്താലും മതി, ടേസ്റ്റിന് കുറവൊന്നും ഉണ്ടാവില്ല. ഇനി പൊരിച്ച് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി കേട്ടോ. ടേസ്റ്റൊക്കെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ആ സാൻഡ്വിച്ചിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ ഹെൽത്തിയാണ്. അത് എണ്ണയിലിട്ട് മുക്കി പൊരിക്കുന്നില്ല, അത്ര ഒരു വ്യത്യാസമുള്ളൂ. പിന്നെ സാധനങ്ങളൊക്കെ അവിടെ കൊടുന്ന് വെച്ചിട്ട് തലേന്നത്തെ കലത്തപ്പവും കാര്യങ്ങളൊക്കെ അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മെയിനായിട്ട് നമ്മുടെ സാൻഡ്വിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. സംഭവം ടേസ്റ്റൊക്കെ ഉണ്ട്. ഇതിങ്ങനെ നമ്മൾ കഴിക്കാൻ നേരത്ത് കൊണ്ടുവന്ന് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ബ്രെഡ് ആയതുകൊണ്ട് നമ്മൾ മയോണൈസും കാര്യങ്ങളൊക്കെ കൂടുതൽ അതിമേക്കണ്ട് പൊടിക്കും. അപ്പോൾ കുറച്ചൊക്കെ തണുത്ത പോലെ ആയിരിക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ എടുക്കാൻ നല്ലത്. പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുഡും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം.